നമസ്കാരം. ഒരു പാതിരാ കൊലപാതകം പലരി മാണിക്യം എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് രഞ്ജിത്താണ്. ഇതിൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മമ്മൂട്ടിയുമാണ്. ഈ കഥാപാത്രം ഒരു കുറ്റാന്വേഷകന്റെ ഭാഗത്തിലാണ് മമ്മൂട്ടി അഭിനയിക്കുന്നത്. പലരി എന്ന ഗ്രാമത്തിൽ അദ്ദേഹം എത്തിച്ചേരുന്നു. 52 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കൊലപാതകത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന് വേണ്ടിയായിരുന്നു അത്. അന്ന് താമസിച്ചിരുന്ന വ്യക്തികളുമായുള്ള സംവേദത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അന്ന് ആ കാലഘട്ടത്തിൽ 52 വർഷങ്ങൾക്ക് മുമ്പ് താമസിച്ചിരുന്ന അഹമ്മദ് ഹാജി എന്ന ഒരു ശക്തനായ ഭൂപ്രമുഖൻ ആണ് ഈ കൊലപാതകത്തിന്റെ പിന്നിലെന്നാണ്. എന്തോ ആ സമയത്ത് തന്റെ ശക്തി ഉപയോഗിച്ച് ഈ കൊലപാതകത്തെ ഈ കൊലപാതക അന്വേഷണത്തിനെ അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള അന്വേഷണമാണ് ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ കഴിയുക. ആ 52 വർഷങ്ങൾക്ക് മുമ്പുള്ള കേരളം ഒരു മുഖ്യ പങ്ക് ഇതിൽ വഹിക്കുന്നുണ്ട്. ആ ചിത്രീകരണം ഈ സിനിമയുടെ നല്ലൊരു ഭാഗത്തിൽ ഉണ്ട്. അത് ചിത്രീകരിക്കുന്നതിൽ രഞ്ജിത്ത് വളരെ നന്നായിട്ട് വിജയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ആ കാലഘട്ടത്തിൽ അഹമ്മദ് ഹാജിയെ അവതരിപ്പിക്കുന്നതിലും മമ്മൂട്ടി നല്ല പ്രകടനമാണ് അവിടെ കാഴ്ചവെക്കുന്നത്. അതിനുശേഷം പിന്നെ ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ള എന്താണെന്ന് പറഞ്ഞാൽ, ആ രണ്ട് കാലഘട്ടവും കോർത്തിണക്കിക്കൊണ്ടുള്ള ചില രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതൊരു സിനിമാറ്റിക് വിഷ്വലൈസേഷനിൽ ഒരു നല്ല ഒരു പ്രക്രിയയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നീട് അഭിനേതാക്കളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മമ്മൂട്ടിയെ കൂടാതെ പിന്നീട് ശ്വേതാ മേനോനും വളരെ നല്ല അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ ഈ സിനിമ എന്ന് പറഞ്ഞാൽ കേവലം ഒരു കുറ്റാന്വേഷണ കഥ മാത്രമല്ല, അതിനേക്കാൾ ഉപരി അന്ന് ഈ അഹമ്മദ് ഹാജിയെ സഹായിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നും ഈ സിനിമയിലൂടെ ഒരു ഇൻഡയറക്റ്റ് വേയിൽ നമ്മൾക്ക് പറയുന്നുണ്ട്. അപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ആദ്യം അനുഭാവിയെങ്കിലും പിന്നീട് ആ പാർട്ടിയെ തള്ളിപ്പറയുന്ന ഒരു വ്യക്തിയായിട്ട് ശ്രീനിവാസനും ഈ സിനിമയിൽ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ കൂടിയും ഈ സിനിമയിൽ അന്ന് ഈ കൊലപാതകം എങ്ങനെ അത് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കാതെ പോലീസ് അടിച്ചമർത്തി എന്നുള്ളത് നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയും. പ്രത്യേകിച്ച് രഞ്ജിത്തിന് വളരെ അഭിമാനിക്കാവുന്ന ഒരു സിനിമയാണ്. കാരണം സംവിധാനത്തിന്റെ രീതിയിൽ അദ്ദേഹം വളരെ മികച്ച പ്രകടനം ഇവിടെ കാഴ്ചവെക്കുന്നുണ്ട്. സിനിമ മുമ്പോട്ട് പുരോഗമിക്കുമ്പോൾ നമുക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അറിയുവാൻ പ്രേക്ഷകനെ ഒരു ആകാംക്ഷയുടെ മുൻപിൽ നിർത്തുവാനും കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും മമ്മൂട്ടി 3 റോളുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ അവസാന രംഗങ്ങളിലേക്ക് നമുക്ക് എത്തുമ്പോൾ നമുക്കൊരു വളരെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു റിവൽഷൻ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ആരാണ് കൊലപാതകം ചെയ്തത്, എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്, ഇതെല്ലാം. അപ്പോൾ ഇത് ഇങ്ങനത്തെ രീതിയിൽ അങ്ങനെ ഒരു സസ്പെൻസിന് മുൻപിൽ വെച്ചുകൊണ്ട് സിനിമയെ ഒരു ബോറടിപ്പിക്കാതെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിൽ രഞ്ജിത്ത് വിജയിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ ഇതിന്റെ പിന്നറയിൽ പണി ചെയ്ത എല്ലാ ആൾക്കാരും അഭിനന്ദനം അർഹിക്കുന്നു. തീർച്ചയായും ഇന്നത്തെ മലയാള സിനിമ ചരിത്രത്തിലെ അടുത്ത കാലത്ത് വന്ന നല്ല ചിത്രങ്ങളിൽ ഒന്നാണ് പാതിരാ കൊലപാതകം, പലരി മാണിക്യം. അത് ഏവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. എൻ്റെ അഭിപ്രായം വളരെ നല്ലത്.